ഹോസ്പിറ്റലുകളൊക്കെ നടക്കുന്നത് നമ്മളാണ്. കാസർഗോഡ് ജില്ലയിൽ ഹോസ്പിറ്റലിൽ പോയി നോക്കൂ, മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നോക്കൂ. എല്ലാ ഹോസ്പിറ്റലുകളിലും നിറയെ മുസ്ലിമീങ്ങളാണ്, മറ്റുള്ള മതക്കാർ കുറവാണ്. നമ്മൾ തിന്നുന്നു, അനിയന്ത്രിതമായി തിന്നുന്നു. നമ്മൾക്ക് എങ്ങനെ തിന്നണം, എന്ത് തിന്നണം എന്ന് കൃത്യമായി പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു തന്നിട്ട് നമ്മളത് തീരെ പരിഗണിക്കാറില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് തിന്നണം, എത്ര തിന്നണമെന്ന്. ഷുഗർ വരാതിരിക്കാനും, കൊളസ്ട്രോൾ വരാതിരിക്കാനും, ഫാറ്റ് ലിവർ വരാതിരിക്കാനും, യൂറിക് ആസിഡ് വരാതിരിക്കാനൊക്കെ എന്ത് തിന്നണം, എത്ര തിന്നണം, എങ്ങനെ തിന്നണം എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ അവന്റെ വയറിന്റെ 1/3 ഭാഗമേ തിന്നാൻ പാടുള്ളൂ. 1/3 ഭാഗം കുടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. 1/3 ഭാഗം ഒഴിച്ചിടണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1.2 ലിറ്റർ ആണ്. ഒരു മനുഷ്യന്റെ ആമാശയത്തിന്റെ വലിപ്പം 1.2 ലിറ്റർ ആണ്. നമ്മുടെ വയറിന്റെ ഒക്കെ സൈസ്, നമ്മുടെ വയറിന്റെ ആമാശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 1.2 ലിറ്റർ, 1200 മില്ലി ലിറ്റർ ആണ് നമ്മുടെ വയറിന്റെ സൈസ് എന്ന് പറയുന്നത്. ഒരു ആവറേജ് മനുഷ്യന്റെ വയറിന്റെ വലിപ്പം അതാണ്. അപ്പൊ എത്രയാ തിന്നേണ്ടത്? അതിനെ 3 ഭാഗമാക്കി അതിലൊരു ഭാഗം തിന്നാനും, അതിലൊരു ഭാഗം വെള്ളത്തിനും, അതിലൊരു ഭാഗം ഒഴിച്ചിടാനും അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ റസൂലുള്ളാഹി തങ്ങള് സംസാരിച്ചിട്ടുള്ളൂ. അള്ളാഹു പറഞ്ഞ വഹ്യാണ് പ്രിയപ്പെട്ടവരേത്. മനുഷ്യന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്, നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ റബ്ബാണ് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം നിലനിൽക്കാൻ നിങ്ങൾ എന്ത് തിന്നണമെന്ന്, എത്ര തിന്നണമെന്ന്, എങ്ങനെ തിന്നണമെന്ന് ആ റബ്ബാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. അതനുസരിച്ചാലേ നമ്മുടെ ആരോഗ്യം നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ അള്ളാഹു പറഞ്ഞതിന് വിപരീതമായി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ രോഗിയായി പോകും. അതിൽ യാതൊരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. നമ്മൾ മിശ്ര ബുക്കാണ്, നമ്മൾ മാംസ ബുക്കല്ല. ചിക്കൻ മാത്രം കഴിക്കുന്നവരുണ്ട്, അപകടകരമാണത്. മാംസം മാത്രം കഴിക്കുന്നത് മൃഗങ്ങളാണ്, കാട്ടിലെ വന്യമൃഗങ്ങളാണ്. കടുവയും പുലിയും സിംഹവുമെല്ലാം മാംസം മാത്രം കഴിച്ചു ജീവിക്കുമ്പോ, പശുക്കളും നാൽക്കാലികളുമെല്ലാം പച്ചയായ മാംസമല്ലാത്ത വെജിറ്റബിൾസ് കഴിച്ചു ജീവിക്കുമ്പോ, സസ്യം കഴിച്ചു ജീവിക്കുമ്പോ, മനുഷ്യരായ നമ്മൾക്ക് അല്ലാഹു നൽകിയൊരു പ്രത്യേകതയാണ് മാംസവും കഴിക്കാം, സസ്യവും കഴിക്കാം എന്നുള്ളത്.